ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലോട്ട് വരിക. ലൂക്ക 1:34 എന്താ വചനം പറയുന്നത്? ലൂക്ക 1:34. മംഗളവാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചു, ഗബ്രിയേൽ ദൂതനോട് എന്താ ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? പറഞ്ഞേ, ഇതെങ്ങനെ സംഭവിക്കും. പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നമ്മുടെ ഉള്ളിലും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതെങ്ങനെ നടക്കും അല്ലേ? എങ്ങനെ എൻ്റെ കുടുംബം രക്ഷപ്പെടും? എൻ്റെ മക്കൾ എങ്ങനെ അഭിഷേകം പ്രാപിക്കും? എൻ്റെ ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെ പരിഹരിക്കപ്പെടും? എൻ്റെ ശാരീരിക പീഡ എങ്ങനെ വിട്ടുപോകും? അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ഈ വാതിൽ എങ്ങനെ തുറക്കപ്പെടും? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പല ചോദ്യങ്ങളുണ്ട്. പല ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത പല വിഷയങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഗബ്രിയേൽ ദൂതൻ മറുപടി നൽകിയത്? ലൂക്ക 1:35 വന്ന് ഉറക്കെ യെസ്, എല്ലാവരും ഉറക്കം. ഇതാണ് ഡുനാമിസ് പവർ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഉറക്കെ പറഞ്ഞേ, അതെന്താ? അതാണ് ഡുനാമിസ് പവർ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ വരും. കണ്ടു? ഇതെങ്ങനെ സംഭവിക്കും? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ സംഭവിക്കും? പല ചോദ്യങ്ങൾ, പല സംശയങ്ങൾ, പല അസ്വസ്ഥതകൾ, പല ബുദ്ധിമുട്ടുകൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, എന്തുമാവട്ടെ, ഇതിൻ്റെ എല്ലാം ഉത്തരം എന്താണ്? ഇതിനുള്ള ഉത്തരം എന്താണ്? ദൈവത്തിന് വചനം പറയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പറഞ്ഞേ, എല്ലാവരും 3 പ്രാവശ്യം പറഞ്ഞേ, ഉറക്കെ പറഞ്ഞോ. പരിശുദ്ധാത്മ വരുമ്പോൾ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മ വരുമ്പോൾ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മ ഒരു പ്രശ്നം ഏറ്റെടുത്താലുണ്ടല്ലോ, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തെ ഏറ്റെടുത്താലുണ്ടല്ലോ, ആ കുടുംബത്തിൽ കർത്താവിൻ്റെ പരിപാലന ഉണ്ടാവും. പരിശുദ്ധാത്മ നമ്മുടെ മക്കളെ ഏറ്റെടുത്താൽ ആ മക്കൾ വിശുദ്ധിയിൽ വളരാൻ തുടങ്ങും. പരിശുദ്ധാത്മ ഒരു സമൂഹത്തെ ഏറ്റെടുത്താൽ ആ സമൂഹം ദിനംതോറും ദൈവകൃപയിൽ വളരും, അഭിഷേകത്തിൽ വളരും, പ്രാർത്ഥനയിൽ വളരും, വചനത്തിൽ വളരും. പരിശുദ്ധാത്മാവ് ഒരു സാഹചര്യത്തെ ഏറ്റെടുത്താൽ ആ സാഹചര്യം അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഏതൊന്നിനെ ഏറ്റെടുക്കുന്നുവോ അവിടെ കർത്താവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും. അരി മനസ്സിലായോ? നിന്റെ മക്കളെ എങ്ങനെ അഭിഷേകം പ്രാപിക്കും? പരിശുദ്ധാത്മ വരുമ്പോൾ അഭിഷേകം പ്രാപിക്കും. നിന്റെ കുടുംബത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാകും? പരിശുദ്ധാത്മ വരുമ്പോൾ നിന്റെ കുടുംബ സമാധാനം ഉണ്ടാകും. നിന്റെ മക്കളിൽ എങ്ങനെ ആ ബന്ധനം അഴിയും? പരിശുദ്ധാത്മ വരുമ്പോൾ നിന്റെ മകനിലുള്ള കെട്ടുപൊട്ടും, മകളിലുള്ള തിന്മ മാറും. നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ഈ ചാണകക്കുഴി, നമ്മുടെ വീടിൻ്റെ പുറകിൽ ചാണകക്കുഴി ഉണ്ടാവും. ചാണകക്കുഴി പല വീടുകളുടെ പുറകിലുണ്ട്. ഈ പശുത്തൊഴുത്ത്, ഈ തൊഴുത്തിൻ്റെ തൊട്ടുപുറകിൽ ചാണകക്കുഴിയാണ് അല്ലേ? ഈ ചാണകക്കുഴി നിങ്ങൾ കുറച്ച് നേരം ആ ചാണകക്കുഴിയിലോട്ട് നോക്കി നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ആ ചാണകക്കുഴി അടിയിൽ നിന്നിങ്ങനെ ചില പുഴുക്കൾ ഇങ്ങനെ പൊന്തി വരുന്നത് പോലെ നമ്മുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മ വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പൈശാചിക പീഡകൾ തെറിച്ചു പോവും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കുടുംബങ്ങളിലുള്ള കലഹത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, നീരസത്തിന്റെ പൈശാചിക രൂപികള് ചെതറിപ്പോകും. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും. നിന്റെ കുടുംബം എങ്ങനെ കൃപയിൽ വരും? പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും. നിന്റെ സമൂഹം എങ്ങനെ അഭിഷേകത്തിൽ വളരും? പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആരാണ്? ഉറക്കെ പറ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആരാണ്? പരിശുദ്ധാത്മ.